ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എക്സ്പോ ഗെയിമർ. മറ്റൊരു കിടുക്ക ചൊല്ലക്ക് എല്ലാ കൂട്ടർക്കും ഒരിക്കൽ കൂടി സ്വാഗത സുഹൃത്തുക്കളെ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരനെ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട ഫസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സർവൈവൽ സീരീസ് എപ്പിസോഡ് 2 ആയിട്ടാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഹോപ്പ്ഫുള്ളി ഗൈസ് എൻജോയ് ചെയ്ത വീഡിയോ. നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഗൈസ്. ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് വിഷു ആയതുകൊണ്ട് നമ്മൾ വേണ്ട ഒരു മുണ്ട്, ഒരു കോടിയൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഒക്കെ, അപ്പോൾ ഇന്ന് വിഷയമല്ലേ, നല്ലൊരു ദിവസമായിട്ട് നമ്മൾ ഒരു മുണ്ടൊക്കെ എടുത്ത് ഇവിടെ സെറ്റായിട്ട് എടുത്തിട്ടുണ്ട് ഗൈസ്. ഒക്കെ, അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫാം ലാൻഡ് ഉണ്ടാക്കണം ഗൈസ്. ഒക്കെ, അപ്പോൾ നമ്മുടെ സെക്കൻഡ് എപ്പിസോഡ് ഒരു ഫാം ലാൻഡിൽ നിന്ന് തുടങ്ങട്ടെ, കാരണം ഒരു ഫുഡ് സോഴ്സ് നമുക്ക് വേണമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫാം ലാൻഡിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ കുറേ റിസോഴ്സസ് ഒക്കെ കളക്ട് ചെയ്യണം. ഇവിടെ വില്ലേജിൽ തന്നെ ഉണ്ട്, നമുക്ക് കളക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് നേരെ പോവാം. നമുക്ക് ആദ്യം തന്നെ നമുക്ക് അതാണ്ട് ഇവന്മാരുടെ കുറേ സീഡ് എടുക്കണം. ഈ സീഡ് ഉണ്ടായാലേ നമുക്ക് ബീട്രൂട്ട് കിട്ടി. ബീട്രൂട്ടിൻ്റെ ആവശ്യമില്ല ഗൈസ്, നമുക്ക് ഇത് മാത്രം മതി. നമ്മുടെ ഈ ഒരു വീറ്റ് സീഡ് വേണം, പിന്നെ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ വേണം ഗൈസ്. വീറ്റ് സീഡും വേണം, എനിക്ക് പൊട്ടറ്റോ വേണം, ക്യാരറ്റ് വേണം. ഓക്കെ, അപ്പോൾ അതാണ് അപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫാം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതായിരിക്കും നമ്മളുടെ ഫാം ലാൻഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്തെങ്കിലും അല്ല പൊട്ടറ്റോ നമ്മുടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ക്യാരറ്റും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫാമിൻ്റെ പണി അങ്ങോട്ട് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഫാമിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഫാം ലാൻഡായിട്ടൊന്നും കാണുന്നില്ല ഈ വില്ലേജിൻ്റെ കേട്ടോ. ആകപ്പാടെ ആ ഒരു സ്ഥലം മാത്രമേ ഉള്ളെന്ന് തോന്നുന്നത് ഫാം ലാൻഡായിട്ട്. അതായത് ഇവിടെയൊക്കെ എന്തൊക്കെയോ നട്ട് വെച്ചിട്ടുണ്ട്. ക്യാരറ്റാണോ ഇത്? അല്ല, ക്യാരറ്റല്ല, സ്വീറ്റാണ്. ഓക്കെ, ഇതും വീറ്റാണ്. ക്യാരറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. നമുക്ക് ക്യാരറ്റിൻ്റെ ഒരു ഫാമും കൂടെ അങ്ങോട്ട് ഉണ്ടാക്കി എടുക്കാമായിരുന്നു. പക്ഷേ ക്യാരറ്റ് കാണുന്നില്ല. ക്യാരറ്റ് നമുക്ക് ബ്രീഡർ ഉണ്ടാക്കാൻ വേണം. ബ്രീഡർ ഉണ്ടാക്കാൻ പൊട്ടറ്റോ മതി, പക്ഷെ എന്നാലും ക്യാരറ്റാണ് ഒരു ഇച്ചിരി കൂടെ പവർ കേസ്. ഓക്കെ, അപ്പോൾ ക്യാരറ്റ് ഇല്ലെങ്കിൽ എൻ്റെ അടുക്ക 9 എമറാൾഡ് കൊടുത്ത ഒരു ആർമറകത്തിൽ. ഓക്കെ, അപ്പോൾ അതല്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് റിസോഴ്സ് ഗ്യാദർ ചെയ്യാം. നമുക്ക് ഈ ചെറിയൊന്നും വേണ്ട, നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ചെസ്റ്റ് ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ ചെസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ ഒരു മരം അങ്ങ് മുറിക്കാം. നമ്മുടെ ട്രീ ക്യാപിറ്റൽ ഉള്ളതുകൊണ്ടേ തന്നെ അങ്ങ് മുറിഞ്ഞങ്ങ് വീണോളാം കേട്ടോ. അപ്പോൾ ഇതേണ്ട നമുക്ക് മരം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് മതി, നമുക്ക് ഇത് ഇവിടെ നട്ട് വെച്ചേക്കാം. ഓക്കെ, നമുക്ക് ആവശ്യം വരും ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ ഈ റിസോഴ്സിന് വേണ്ട കുറച്ച് സാധനങ്ങൾ ആദ്യം നമുക്ക് കുറച്ച് ചെസ്റ്റ് വേണം കേട്ടോ. അപ്പോൾ ചെസ്റ്റ് വേണം, കുറച്ച് ഫെൻസ് വേണം, ട്രാപ്പ് ഡോറ്, സ്ലാബ്, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ വേണം ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബേസിൽ വന്നിട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ആ സാധനങ്ങൾ, നമ്മുടെ പൊട്ടറ്റോ കയ്യിലുണ്ട്, നമ്മുടെ വീറ്റ് കയ്യിലുണ്ട്, ബീട്രൂട്ടും കയ്യിലുണ്ട്. ബീട്രൂട്ട് എന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ നമുക്ക് ബീട്രൂട്ട്, ഒരു സൈഡിൽ ക്യാരറ്റ് ചെയ്താൽ മതിയല്ലോ. ഓക്കെ, അപ്പോൾ അതാണ് ഈ ലീഡൊക്കെ എടുത്തിന് അത് വെച്ചേക്കാം. ഓക്കെ, നമുക്ക് ഇതിനെ കുറച്ച് ഇതുണ്ടാക്കാം ഗൈസ്. നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ എന്ത് ചെയ്യടാ, നമ്മളിവിടെ വെച്ചാൽ താഴെ എങ്ങാണ്ട് വെച്ചായിരുന്നു കേട്ടോ. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ ഇല്ലല്ലോ, അയ്യോ. നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ കയ്യിലിരിപ്പുണ്ട്. നമുക്കപ്പോൾ ഒരു 4, 12 കുറച്ച് ചെസ്റ്റ് നമുക്ക് വേണം കേട്ടോ. അപ്പോൾ ഞാൻ നോക്കട്ടെ, നമുക്ക് എത്ര ചെസ്റ്റ്, 2 എണ്ണമൊന്നും പോരാ. നമുക്ക് ഒരു കുറച്ച് ചെസ്റ്റ് നമുക്ക് ഉണ്ടാക്കി എടുക്കണം, എന്നാലേ കാര്യം നടക്കുള്ളൂ. 10 കുറച്ച് വേണം കേട്ടോ. എത്ര വേണമെന്ന് ഓർത്ത് കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മയും കിട്ടുന്നില്ല. 10 എണ്ണമായി നമുക്കിപ്പോൾ. നമുക്കൊരു 16 എണ്ണം വേണം. 16 ചെസ്റ്റ് ഉണ്ടായാലേ നമുക്ക് സെറ്റാക്കാൻ ഒക്കത്തുള്ളൂ ഗൈസ്. ഓക്കെ, 6 ചെസ്റ്റ് കൂടെ നമുക്കായി ഗൈസ്. ഓക്കെ, അപ്പോൾ ഇനിയെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് സ്ലാബ് വേണം, പിന്നെ കുറച്ച് ഫെൻസും വേണം. അപ്പോൾ ഈ ഒരു ചെറി ബ്ലോസത്തിൻ്റെ നമുക്ക് വേണ്ട. ചെറി ബ്ലോസം എപ്പോഴും ചെറി ബ്ലോസത്തിൻ്റെ വേണം ഗൈസ്. നമുക്ക് അതുകൊണ്ട് ഇവന്മാരുടെ ഈ ഒരു ഇതൊക്കെ ഇങ്ങനെ എടുക്കാം. അതായത് ഈ ഒരു ഇവന്മാർക്ക് ഇത് വലിയ കാര്യമൊന്നുമില്ല. ഇവന്മാരുടെ ഈ ഒരു ഫെൻസൊക്കെ നമുക്ക് ഇങ്ങനെ എടുത്തേക്കാം. ഈ ഫെൻസൊക്കെ നമുക്ക് ആവശ്യം വരും ഗൈസ്. ഓക്കെ, അപ്പോൾ ഈ ഫെൻസും പിന്നെ അതുകൊണ്ട് ഈ കുറച്ച് ഫെൻസൊക്കെ നമുക്ക് ഇങ്ങനെ എടുത്തേക്കാം. അപ്പോൾ ഇതൊക്കെ ആവശ്യം വരും നമ്മുടെ ഇതിന്, നമ്മുടെ ഫാം ലാൻഡ് സെറ്റാക്കാൻ കുറച്ച് ഫെൻസൊക്കെ വേണം. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഐഡിയ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ഇത് നമുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ഫെൻസൊക്കെ ഒന്ന് എടുക്കട്ടെ ഗൈസ്. ഓക്കെ,
ഓക്കെ 24 ഫെൻസ് ആയിട്ടുണ്ട് കേസ് നമുക്ക് കേട്ടോ. 24 ഫെൻസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ട്രാപ്പ് ഡോറും വേണം, പിന്നെ കുറച്ച് ഇത് വേണം. ഓക്കെ, അപ്പോൾ വേണ്ട ഇവിടെ കുറേ ഹേബൽ ഇരിപ്പുണ്ട്. നമുക്ക് വീറ്റ് മാത്രം പോരാ. നമുക്ക് ഫുഡിനായിട്ട് കുറച്ച് ആപ്പിൾ ഇരിപ്പുണ്ട്. അപ്പോൾ ആപ്പിൾ 2 അടിക്കട്ടെ. നമുക്ക് എന്തുവാ ഓക്ക് ട്രീ വേണം. അപ്പോൾ ഓക്ക് ട്രീ ഉണ്ടെങ്കിൽ ഇച്ചിരി കൂടെ രസമാവത്തുള്ളൂ. ഞാൻ ഓക്ക് ട്രീ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാനായിട്ട് ഇവിടെ മൊത്തം ചെറി ബ്ലോസമാണ് ഗൈസ്. ഓക്കിൻ്റെ ട്രീ അങ്ങനെ കാണുന്നുമില്ല. ഇവിടെ ഇപ്പോൾ എങ്ങോട്ട് പോകുന്ന നോ ഐഡിയ ഗൈസ്. ഓക്കെ, നമുക്ക് എവിടെയെങ്കിലും പോയിട്ടേ നമുക്ക് വരാം. നമുക്ക് കുറച്ച് ഇതിൻ്റെ ആവശ്യമുണ്ട്, കാരണം മുയലൊക്കെ ചാടി ഓടിയൊക്കെ പോകണം. അപ്പോൾ ഞാൻ പോയേ ഓക്ക് ട്രീ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ ഗൈസ്. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു കേവ് ഞാൻ കാണുന്നു. ഇത് കേവ് ആണോ അതോ നോർമൽ കേവ് ആണോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഞാനിത് നമുക്ക് വരുന്ന എപ്പിസോഡ് ഇതിനകത്ത് ഇറങ്ങാം. ഓക്കെ, അപ്പോൾ ഈ കേവിനകത്തൊന്നും നമുക്ക് ഇറങ്ങി നോക്കാം. എന്തെങ്കിലും ലൂട്ട് കിട്ടുമോ ഇല്ലയെന്ന് അറിയത്തില്ല. എന്നാലും നമുക്ക് ആ കേവിനകത്തൊന്ന് ഇറങ്ങി നോക്കണം ഗൈസ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഓക്ക് ട്രീ അവിടെ നിൽപ്പുണ്ട്. നമുക്ക് അത് പോയി ഓരോന്നോരോന്നായിട്ട് എടുക്കാം. നമുക്ക് അതിൻ്റെ കുറച്ച് സാപ്ലിങ്ങും വേണം. ഓക്കെ, അതാകുമ്പോൾ പിന്നെ നമുക്ക് ബേസിൽ നിന്ന് ഇവിടം വരെ വരണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ദാണ്ട് ഇതിങ്ങ് എടുത്തിട്ടുണ്ട്. നമുക്ക് 2 സാപ്ലിങ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ 2 എണ്ണം ഒന്നും പോരാ. നമുക്കിപ്പോൾ കുറച്ച് വുഡേ കിട്ടിയുള്ളൂ. നമുക്ക് കുറച്ച് അധികം വുഡ് വേണം. അതായത് നമ്മളുടെ ആ ഒരു ഫാം ലാൻഡ് സെറ്റപ്പ് ആക്കാൻ നമുക്ക് കുറച്ച് അധികം വുഡ് വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഓക്ക് ട്രീ ഇവിടെ എവിടെയെങ്കിലും ഉണ്ട്. ഇവിടെ മൊത്തം പ്ലെയിൻസ് ആകട്ടെ, നല്ല സ്ഥലമൊന്നും ഇവിടെ കാണുന്നില്ല. അപ്പോൾ ഞാനൊന്ന് പോയി തപ്പിയിട്ട് വരട്ടെ ഗൈസ്. നൈറ്റായി, ഞാൻ പോയി ഇനി ഒന്ന് കിടക്കുകയും വേണം. ഓക്കെ, അപ്പോൾ ഞാൻ സെറ്റാക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പം നമുക്ക് കുറച്ച് സാപ്ലിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ്. ഓക്കെ, അപ്പം ഞാൻ കുറച്ച് മരം വെട്ടിയായിരുന്നു. അതായത് കുറച്ച് മരമേ ഉള്ളായിരുന്നു, 8 ലോകേ കിട്ടിയുള്ളൂ കേട്ടോ. അതിന് പിന്നെ നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു സ്കെൽറ്റൻ നമ്മളെ തല്ലിക്കൊന്നായിരുന്നു. അതായത് നമ്മൾ നൈറ്റ് ആയപ്പോൾ ഇങ്ങോട്ട് വരാൻ നേരത്തെ ഒരു സ്കെൽറ്റൻ നമ്മളെ തല്ലിക്കൊന്നു ഗൈസ്. അപ്പോൾ ചത്തിട്ടുണ്ട്, അതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ഫുഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് പോരാ, നമുക്ക് സ്ലാബും ഉണ്ടാക്കണം, പിന്നെ നമ്മുടെ ട്രാപ്പ് ഡോറും അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു മരവും കൂടെ അങ്ങോട്ട് വെട്ടിയെടുത്താൽ കുറച്ച് സാപ്ലിങ്ങും കൂടെ കിട്ടും. ഓക്കെ, അപ്പോൾ അതും കൂടെ എടുത്തിട്ടേ അതാണ് ഇവിടെ ഇഷ്ടംപോലെ സാപ്ലിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സാപ്ലിങ് അല്ല, സാപ്ലിങ്ങും കിട്ടി, പിന്നെ കുറേ വുഡും കിട്ടിയിട്ടുണ്ട്. വലിയ മരമായതുകൊണ്ട് തന്നെ ഒരുപാട് വുഡ് കിട്ടിയെന്ന് ചോദിച്ചാൽ കൈ കയറി എത്ര എണ്ണം ആയി? 30 വുഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അത് കുഴപ്പമില്ല, നമുക്ക് ഇനി ഒപ്പിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സാധനം കൊണ്ട് അവിടെ എവിടെയെങ്കിലും നട്ട് വെക്കാം. അതായത് നമ്മുടെ ബേസിൻ്റെ അവിടെ കൊണ്ട് നട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഓക്ക് മരത്തിന് പിന്നെ ക്ഷാമമില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ അത് സിനില്ല. പിന്നെ തന്നെ ഇവിടെ ഒരു വലിയ കേവ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാം. നമുക്ക് അടുത്ത എപ്പിസോഡിൽ മൈനിങ് ആയിട്ട് ഇവിടെ വരാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഫുഡില്ല, കുറച്ച് അടിച്ച് കയറ്റട്ടെ. ഓക്കെ, നമ്മുടെ വില്ലേജിൻ്റെ പുറകിൽ തന്നെ നമ്മൾ എത്തിയിട്ടുണ്ട്. പിന്നെ അടുത്ത് തന്നെ 3-4 ഓക്കുമരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പിന്നെ അതിങ്ങ് എടുത്ത് അതുകൊണ്ട് ഇവിടെ പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്കേ ഞാൻ ഇങ്ങോട്ട് വരാൻ നേരത്ത് ഞാൻ വില്ലേജിൽ തന്നെ ഞാൻ ക്യാരറ്റ് കണ്ടായിരുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ ഈ വില്ലേജ് ക്യാരറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് അതിൻ്റെ മണ്ടക്കെങ്ങാണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കണ്ടായിരുന്നു. ഞാൻ ഇവിടുത്തെ അയൻകുളത്തിനെ കൊല്ലുന്നില്ല, പക്ഷെ കൊല്ലേണ്ടി വരും. കാരണം എന്താണെന്നറിയാമോ, നമുക്ക് ബക്കറ്റ് ഉണ്ടാക്കണ്ടേ, അപ്പോൾ അയണിൻ്റെ ആവശ്യം വരും. ഓക്കെ, നമുക്കേ ഈ ഒരു കുറച്ച് ക്യാരറ്റൊക്കെ ഇങ്ങനെ എടുക്കാം, കാരണം നമുക്ക് ഫാമിന് വേണം. ഓക്കെ, 2 ക്യാരറ്റ് അവിടെ നിർത്തിയേക്കാം. വില്ലേജേഴ്സ് എടുത്തോട്ടെ. ഓക്കെ, അപ്പോൾ അത് മതി, അല്ലെങ്കിൽ ഇതും കൂടെ ഇങ്ങനെ എടുത്തേക്കാം. ഓക്കെ, മതി ധാരാളം. ഓക്കെ, അപ്പോൾ അത് സെറ്റായി. പിന്നെ നമ്മുടെ ഈ ഓക്ക് മരം നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയി നട്ട് വെക്കാം. ഒരെണ്ണം നമുക്ക് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ നട്ട് വെക്കാം കേട്ടോ. കുറച്ച് 11 എണ്ണം ഉണ്ട്. അതാകുമ്പോൾ പിന്നെ കിളിച്ച് കഴിഞ്ഞാലേ പിന്നെ നമുക്ക് ദൂരോട്ടൊന്നും അങ്ങനെ പോകണ്ടല്ലോ. അതാകുമ്പോൾ പിന്നെ ഇവിടെ അങ്ങ് ഇരുന്നോട്ടെ, 2 എണ്ണമൊക്കെ ഒരുമിച്ച്. ഓക്കെ, ഇവിടെ തന്നെ അങ്ങ് ഇരുന്നോട്ടെ, ഇവിടെ എവിടെയെങ്കിലുമൊക്കെ അങ്ങ് നമുക്ക് വെക്കാം. ഓക്കെ, അങ്ങനെ അതും വെച്ചു. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി ഒരു ഇത് സെറ്റാക്കി എടുക്കണം. അതായത് നമ്മുടെ ഫാം ഉണ്ടാക്കാനുള്ള സ്ഥലം നമുക്ക് വൃത്തിയാക്കി എടുക്കണം. കാരണം ഈ വില്ലേജിൻ്റെ അടുത്തൊന്നും വെക്കേണ്ട കൈസ്, ഇവന്മാർ അടിച്ചുകൊണ്ട് പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് ബേസ് ഉണ്ടാക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് കൊണ്ട് ആ ഒരു സ്ഥലം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അവിടെ ആകുമ്പോൾ കുറച്ച് പ്ലെയിൻസാണ്. അതുകൊണ്ട് ഈ ഒരു സ്ഥലം നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ഥലം നമുക്ക് മതി. നമ്മുടെ ബേസ് ഉണ്ടാക്കാനായിട്ട് സ്ഥലം മതിയെന്ന് ചോദിച്ചാൽ മതി. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഫാം ഉണ്ടാക്കി എടുക്കണം. അപ്പോൾ അതിന് മുമ്പേ ഞാൻ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ കേട്ടോ. ഈ മുയലൊക്കെ അങ്ങോട്ടേക്കാണ് ഇത് നമുക്ക് ഫാം ഉണ്ടാക്കുന്ന ഒരു പ്ലാൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പ്ലാൻ വെച്ച് ഞാൻ ഫാം അങ്ങ് ഉണ്ടാക്കുകയാണ് ഗീസ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ. നൈറ്റ് ആയിട്ടുണ്ട്, ഞാൻ പോയി കിടന്നുറങ്ങട്ടെ, ഇല്ലെങ്കിൽ ഉള്ള ദുഷ്ടശക്തികളെല്ലാം കൂടെ ഇറങ്ങി കൊല്ലും ഗീസ് നമ്മളെ. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, സ്ലീപ്പ് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ കുറേ
സ്ഥലം ഒന്ന് ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഒരു സ്ഥലത്ത് തന്നെ ദേ എടി ഇവന്മാരെങ്ങനെ ഇതിൻ്റെ മണ്ടയ്ക്ക് കയറിയടാ. നല്ലതാ, എന്തോ ചെയ്യാനെന്ന് പറയാം ഗൈസ്. നമുക്ക് ഇവിടെ കിടന്ന് ഇവിടെ മോൺസ്റ്റർ ഉണ്ടെന്നാണ് ഗൈസ് പറയുന്നത്. ഇവന്മാർക്കൊന്നും രാത്രി ഉറക്കമൊന്നും ഇല്ലേ? ഈ വില്ലേജർമാരെ കൊണ്ടൊക്കെ തോറ്റല്ലോ. വേണ്ട ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനേ പോയി കിടന്ന് ഉറങ്ങിയിട്ട് എണ്ണീക്കട്ടെ ഗൈസ്. ഓക്കെ, അപ്പോൾ വേണ്ട ഇത്രയും സ്ഥലം ഞാനിവിടെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ കുറച്ച് സ്ഥലം ഞാനിവിടെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫാമിൻ്റെ പണി അങ്ങോട്ട് തുടങ്ങാം. ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു വുഡ് നമുക്ക് എടുത്തിട്ട് 1 2 3 4 ബ്ലോക്ക് ഹൈറ്റ് വെക്കണം. ഓക്കെ, ഇത് ഇച്ചിരിയും കൂടി ഇങ്ങോട്ട് നീക്കാൻ പറ്റുമോ? ഇല്ല, വേണ്ട, നമുക്ക് നീക്കിയാലും വേണ്ട. ഓക്കെ, ഇവിടെ ഇടണം. പിന്നെ നമുക്ക് ഇതിൻ്റെ 4 സൈഡിലും നമുക്ക് ജസ്റ്റ് ഇങ്ങനെ നമുക്ക് സെറ്റാക്കി കൊടുക്കണം ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ അത് ഇങ്ങനെ 4 സൈഡിലും സെറ്റാക്കി കൊടുക്കാം. പിന്നെ ഈ 2 സൈഡിലും കൂടെ നമുക്ക് സെറ്റാക്കി അങ്ങോട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ ഒരു സൈഡിൽ ഇത് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഞാനിത് കാണിച്ചു തരാം ഗൈസ് എങ്ങനെ ഇതിൻ്റെ ഇത് വരുന്നതെന്ന്. ഓക്കെ, അപ്പോൾ എന്നിട്ട് വേണ്ട ഈ ഒരു സൈഡിലായിട്ട് നമ്മൾ നമ്മുടെ ഇത് വെക്കണം. നമ്മുടെ ഫെൻസ് നമ്മൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ മണ്ടയ്ക്ക് കൂടെ ഒരെണ്ണം കൂടെ കുറച്ച് ഡെക്കറേഷനാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഡെക്കറേഷൻ നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് സെറ്റാക്കി കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് 4 ബ്ലോക്ക് ഹൈറ്റിൽ ഒരെണ്ണം കൂടെ സെറ്റാക്കി കൊടുക്കാം. എന്നിട്ട് ഇപ്പുറത്തും അതേ കൂട്ട് സെറ്റാക്കി കൊടുക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കുറച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. വേണ്ട ഈ ഒരു ചെസ്റ്റ് ഞാൻ അവിടുന്ന് കുറച്ചിങ്ങോട്ട് നീക്കിയിട്ടുണ്ട് ഗൈസ്. കാരണം എന്താണെന്ന് അറിയാം, കുറച്ച് സ്ഥലമില്ലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന ചെസ്റ്റ് കുറച്ച് ഇങ്ങോട്ടെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ വേണ്ട ഇവിടെ ഞാൻ കുറച്ച് ഫ്ലാറ്റാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ കുറച്ച് ഞാൻ ഇവിടെ ഫ്ലാറ്റാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫാം ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നമ്മളൊരു 6 ബ്ലോക്ക് അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്കൊരു 6 ബ്ലോക്ക് അങ്ങോട്ട് എടുത്തിട്ട് വേണം ബാക്കി ഉണ്ടാക്കാൻ. ഇവിടുന്ന് 1 2 3 4 5 6. ഓക്കെ, ഇവിടെ വേണം നമ്മുടെ അടുത്ത ഫാം. അതുകൊണ്ട് അതുകൂട്ട് നമുക്കിവിടെ സെറ്റാക്കണം. അതായത് 3 ബ്ലോക്ക് വെച്ച് നമുക്കിങ്ങനെ ഓരോരോ ഗ്യാപ്പ് ഇട്ട് നമുക്കിവിടെ സെറ്റാക്കണം ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെയും കൂടെ. ഓക്കെ, ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇവിടെ നമ്മളൊരു ഗ്യാപ്പ് ഇടണം. ഓക്കെ, എന്നിട്ട് ഇവിടെ നമ്മൾ അടുത്തത് സെറ്റാക്കണം. ഇവിടെ നിന്ന് ഇങ്ങനെ. എന്നിട്ട് ഈ ഒരു സൈഡ് നമ്മൾ ഇടുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ബക്കറ്റ് ഉണ്ടാക്കണം. അല്ലേ, ബക്കറ്റ് വാട്ടർ ബക്കറ്റ് വേണം. അതായത് നമുക്ക് വെള്ളം ഒഴിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ്. പിന്നെ ഇവിടെ നമ്മളിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മളിനി അങ്ങോട്ട് 1 ബ്ലോക്ക് ഇവിടെ ഗ്യാപ്പ് ഇട്ടിട്ട് അങ്ങോട്ടും കൂടെ നമുക്ക് അങ്ങനെ ഈ ഒരു സൈഡും കൂടെ, അതായത് ആ ഒരു സൈഡും പിന്നെ ഈ ഒരു സൈഡും കൂടെ നമുക്ക് സെറ്റാക്കി എടുക്കണം ഗൈസ്. ഓക്കെ, അപ്പോൾ അതുകൂടെ ഞാൻ സെറ്റാക്കി ഒന്ന് എടുക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ അങ്ങനെ ഈ എല്ലാ സൈഡും നമ്മളിങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് സെറ്റാക്കാൻ നേരത്ത് ഇത് സെറ്റാക്കാൻ നേരത്ത് ഇതിൻ്റെ താഴോട്ട് വീണു. പിന്നെ പോയി സാധനങ്ങളൊക്കെ തിരിച്ചെടുത്ത് ഗൈസ്. ഓക്കെ, അങ്ങനെ നമ്മളിവിടെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കെന്ന് പറഞ്ഞാൽ അയങ്കോളത്തിനെ കൊല്ലാൻ പോകണം. അയങ്കോളത്തിനെ കൊന്നിട്ട് നമുക്ക് ബക്കറ്റ് വേണം. കാരണം ഇപ്പോൾ അയൺ ഇവിടെ കാണുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ആ അയങ്കോളത്തിനെയും കൂടെ തല്ലിക്കൊന്നിട്ടേ നമ്മൾ 2 വില്ലേജസിനെ പൂട്ടി വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ബ്രീഡർ ഉണ്ടാക്കാനായിട്ട്. ഓക്കെ, പിന്നെ നമുക്ക് അയങ്കോളത്തിന് തല്ലിക്കൊന്നിട്ട് നമ്മുടെ ആ ബക്കറ്റും കൂടെ എടുത്തിട്ടേ നമുക്ക് ഓരോന്നോരോന്നായിട്ടല്ല നമ്മുടെ വെള്ളം കൊണ്ട് നമുക്ക് ആ ഒരു സ്ഥലത്ത് ഒഴിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് പോയി കിടന്നുറങ്ങാം. അതാണ് ഇവിടെ ഞാനൊരു വില്ലേജറിനൊക്കെ പൂട്ടിയിട്ടിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിടന്നുറങ്ങാം. ഇവന്മാരെ എണ്ണയിപ്പിച്ച് വിടണമല്ലോ. അയ്യോ, ഓക്കെ, എണ്ണീറ്റ് പോടേ, ഞാൻ ഇവിടെ കിടന്നുറങ്ങട്ടെ. ഓക്കെ, അങ്ങനെ ഈ ഒരു നൈറ്റ് നമ്മൾ സ്കിപ്പായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡേയ്സ് പ്ലേറ്റ് നമ്മുടെ 5-6 ഡേ ആയി കേട്ടോ. നമ്മളത് ഉണ്ടാക്കി കുറച്ച് സമയം എടുത്തു. ഓക്കെ, അപ്പോൾ ആ ഒരു ഫാം ലാൻഡ് ഉണ്ടാക്കാൻ. ഓക്കെ, അപ്പോൾ അതാണ് കുറച്ച് ഒരു 10-20 മിനിറ്റ് കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോയ്ക്ക് ലെങ്ത് കാണത്തില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ കുറേ കട്ടാക്കി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോയ്ക്ക് ലെങ്ത് കാണത്തില്ല. അപ്പോൾ അതാണ്, അതായത് ഞാൻ ഓഫ് ക്യാമിൽ ഇരുന്നും കുറേ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നല്ല മെനക്കെട്ട പരിപാടിയായിരുന്നു നമ്മുടെ ആ ഒരു ഇത് എടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ട്രേഡറൊക്കെ വന്ന് നിൽപ്പുണ്ട്. ഇവൻ്റെ അടുക്ക് നിന്ന് വല്ലതും വാങ്ങിക്കാനായിട്ട് 12 എമറാൾഡ് കൊടുത്ത എഫിഷ്യൻസി 2 പിക്കാക്സ് കിട്ടും കേട്ടോ. ഓക്കെ, വേറെ ഉപയോഗമൊന്നും ഇല്ല ഇവനെ കൊണ്ട്. അപ്പോൾ ഇവിടുത്തെ അയങ്കോളത്തിനെ ഇനി തപ്പണമല്ലോ. ഇവിടുത്തെ അയങ്കോളം ഇനി എവിടെ പോയി കിടക്കുവാണോ എന്തോ.
ഇവിടുത്തെ അയംകുളത്തിനെ കൊന്നാൽ മാത്രമേ എനിക്ക് ആ ബക്കറ്റ് ഉണ്ടാക്കാൻ ഒക്കത്തുള്ളൂ ഗൈസ്. ഓക്കെ, അപ്പോൾ ബക്കറ്റ് ഉണ്ടാക്കിയിട്ട് വേണം നമുക്കിവിടെ വെള്ളം കൊണ്ടൊഴിക്കാനായിട്ട്. പക്ഷേ ഇവിടുത്തെ അയംകുളം ചത്തോടാ. ഇനി ഇവിടുത്തെ അയംകുളം എന്തോന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഞാനിത് നോക്കട്ടെ ഗൈസ്. ഓക്കെ ദേണ്ട നിൽക്കുന്ന അയംകുളം, ഇവനെ നമുക്ക് കൊല്ലണം. ഓക്കെ, അപ്പോൾ ഒരു 10-12 അടി അടിച്ചാൽ ഇവൻ കൊല്ലത്ത് മാറി നിന്ന വില്ലേജറല്ലേ നിനക്ക് ഹിറ്റ് കിട്ടും. ഈ അയംകുളത്തിന് നമുക്ക് ചാടി അടിക്കാൻ പറ്റത്തില്ല, കാരണം ഓക്കെ ചത്തിട്ടുണ്ട് കേട്ടോ. ചാടി അടിക്കാൻ പറ്റത്തില്ല എന്താന്ന് പറഞ്ഞാൽ എന്തുവാ, നമ്മൾ 4 ബ്ലോക്ക് ഹൈറ്റിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതാക്കാൻ ഒക്കത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര അയൺ കിട്ടി? നമുക്ക് കറക്റ്റ് 3 അയൺ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 3 അയൺ വെച്ച് നമ്മുടെ ഇത് അങ്ങോട്ട് ക്രാഫ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ആ ഒരു നമ്മുടെ ബക്കറ്റ് നമുക്ക് ക്രാഫ്റ്റ് ചെയ്തെടുക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ ബക്കറ്റ് നമ്മൾ ഇവിടെ ക്രാഫ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് കൊണ്ട് നമുക്ക് വെള്ളം എടുക്കണം. വെള്ളം എടുത്തിട്ട് ഓക്കെ ഇവിടുന്ന് കുറച്ച് വെള്ളം എടുക്കാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ആ ഒരു സൈഡിൽ ഒരു വാട്ടർ സോഴ്സ് ഉണ്ടാക്കണം. അതായത് നമ്മുടെ അൺലിമിറ്റഡ് വാട്ടർ സോഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതുണ്ടാക്കിയാൽ പിന്നെ നമുക്ക് ഓടി ഇങ്ങി തന്നെ വരണ്ട. നമുക്കൊരു അൺലിമിറ്റഡ് വാട്ടർ സോഴ്സ് ഇവിടെ തന്നെ അങ്ങ് ഉണ്ടാക്കാം. അതുകൊണ്ട് ഈ ഒരു സൈഡിലായിട്ട് ഇത് പൊട്ടിച്ചിട്ട് ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സൈഡിലും കൂടെ ഒരു ബക്കറ്റും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആ ഒരു ഇതാവും. ഓക്കെ, നമുക്ക് ഇതങ്ങോട്ട് പൊട്ടിച്ചെടുക്കാം. അതായത് ഇവിടുന്ന് വെള്ളം വരുന്നുണ്ട് കേട്ടോ. ഇതങ്ങോട്ട് എടുക്കാം. ഓക്കെ, ഇതങ്ങോട്ട് എടുത്തിട്ട് ഇനി നമുക്ക് മേളിൽ കൊണ്ട് ഒഴിച്ചാൽ മതി. ഓക്കെ, അങ്ങനെ നമ്മുടെ അൺലിമിറ്റഡ് വാട്ടർ സോഴ്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് വെള്ളം എടുത്താൽ മതി. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും സ്ഥലം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ട്രാപ്പ് ഡോർ വെച്ച് നമുക്ക് അടയ്ക്കണം കേട്ടോ. ട്രാപ്പ് ഡോർ വെക്കാനായിട്ട് ഈ ഒരു സൈഡിലാണോ? ഈ ഒരു സൈഡിൽ നമുക്ക് വെക്കാം ഗൈസ്. ഓക്കെ, ഈ ഒരു സൈഡിൽ നമുക്ക് ട്രാപ്പ് ഡോർ വെക്കാം. എന്നിട്ട് ഇതങ്ങോട്ട് ഓണാക്കാം. എന്നിട്ടേ നമുക്ക് ഈ ബക്കറ്റ് ഒഴിച്ച് നോക്കണം ഇവിടെ വെള്ളം കറക്റ്റ് വീഴുന്നുണ്ടോയെന്ന്. കറക്റ്റ് ഒഴിച്ച് നോക്കണം. അതായത് ഇതിലെ കൂടെ പോവല്ലേ വെള്ളം. ഓക്കെ, ഇവിടം വരെ വരത്തുള്ളൂ. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ ഒരു ട്രാപ്പ് ഡോർ നമുക്ക് വെട്ടിയെടുത്തിട്ട് അതിൻ്റെ പുറകിലോട്ട് വെക്കാം. ഒരു ഇതിൻ്റെ പുറമോട്ട് നമുക്ക് വെക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഇത് വെട്ടിയെടുത്തിട്ടേ നമുക്ക് വേണ്ട, ഇതിപ്പോൾ വെള്ളം ഇവിടം വരെ വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു സൈഡിലോട്ട് വേണം വെക്കാൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇരിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇതിരിക്കേണ്ടത്. ഓക്കെ, നമുക്ക് ഇനി ഇവിടെയും കൂടെ വെക്കാം. ഓക്കെ, പിന്നെ ഈ ഒരു സൈഡിലും കൂടെ നമുക്ക് വെക്കണം. ഓക്കെ, അത് സെറ്റ്. പിന്നെ ഫൈനലി ഈ ഒരു സൈഡിലും കൂടെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് ചെയ്തും കൂടെ എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇതും കൂടെ ഇങ്ങനെ ചെയ്തെടുക്കാം. ഓക്കെ, അങ്ങനെ 4 സൈഡിലും നമ്മൾ വെള്ളവും ഒഴിച്ചു, പിന്നെ ഈ ട്രാപ്പ് ഡോറും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ എടുത്തിട്ട് ഇവിടെയൊക്കെ അങ്ങ് വരഞ്ഞു കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു ഇതങ്ങോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം ഗൈസ്. അതായത് നമ്മുടെ ഈ സീഡും ഈ പൊട്ടറ്റോ എല്ലാം നമുക്ക് അങ്ങോട്ട് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇനി ഡെക്കറേഷൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇനി ഇവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു എൻട്രി ഒക്കെ ആയിട്ട് നമുക്ക് ഇവിടെ സെറ്റാക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ നമുക്ക് ഇത്രയും, അതായത് ഇതുകൊണ്ട് അവിടുന്ന് ആ ഒരു നിരപ്പ് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇവിടെ സ്ക്വയർ ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഇച്ചിരിയും കൂടെ വീതിയിൽ നമുക്ക് ഇതൊന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ അത് നമുക്ക് അടുത്ത എപ്പിസോഡ് ഞാൻ ഓഫ് ക്യാമറ ചെയ്തോളാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഓഫ് ക്യാമറ ചെയ്ത അടുത്ത എപ്പിസോഡ് നമുക്ക് മൈനിങ് പോകാമല്ലോ. അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് ചെയ്തിട്ടേ എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ. നമുക്ക് ഇവിടെ നമുക്ക് ഇവിടെ നമുക്ക് എന്തോ നടും, പൊട്ടറ്റോ നടാല്ലേ. ഓക്കെ, നമുക്ക് പൊട്ടറ്റോ നടാം ഗൈസ്. അപ്പോൾ ഓരോരോ സൈഡിൽ നമുക്ക് ഇങ്ങനെ ഈ ഒരു സെക്ഷൻ മൊത്തം നമ്മുടെ പൊട്ടറ്റോ ആണ്. പന്നി പോടാ എവിടെ പൊട്ടറ്റോ ആണെങ്കിലും അവിടെ തന്നെ ഓടി അങ്ങ് വന്നോളാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് സെറ്റാക്കി എടുക്കണം. നൈറ്റ് ആയിട്ടുണ്ടെന്ന് പോയി കിടന്ന് ഉറങ്ങുകയും വേണം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളിവിടെ എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഫാം നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇവിടെ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നമുക്ക് ഡെക്കറേഷൻ കൂട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോൾ ഈ ഒരു സൈഡിൽ നമുക്ക് ക്യാരറ്റ്, നമ്മുടെ ഈ ഒരു സൈഡിൽ നമുക്ക് ഓരോരോ ഇത് വെക്കാം. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഫാമൊക്കെ സെറ്റാക്കി എടുത്ത് കുറേ പണി ചെയ്തായിരുന്നു കേട്ടോ ഇന്ന്. ഓക്കെ, അപ്പോൾ ഇന്ന് നല്ല ഇതുണ്ടായിരുന്നു, നല്ല രീതിക്ക് നമ്മൾ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സാധനം ഉണ്ടാക്കാനും, പിന്നെ കുറേ പണി ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് സംഭവങ്ങൾ. ഓക്കെ ഗീസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല ഗീസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫാമൊക്കെ ഉണ്ടാക്കി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് മൈനിങ്ങിനൊക്കെ പോകണം. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ എൻജോയ് ചെയ്ത് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു ദിവസം കാണാം ഗീസ്. അപ്പോൾ എല്ലാ കൂട്ടർക്കും, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു ഗൈസ്. അറിഗാത്തോ.